ഇന്ന് നമ്മൾ അന്നയും ഫാമിലിയും മൊത്തൊരു ഷോപ്പിങ്ങിന് വന്നതാണേ. സമ്മർ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഗാർഡനിൽ കുറച്ച് പൂക്കളും ചെടികളും ഒക്കെ വെച്ച് അലങ്കരിക്കാന്ന് കരുതി. അങ്ങനെതാ ഇവിടെ എത്തിയപ്പോൾ ഏത് പൂക്കൾ വാങ്ങണം ഏതെടുക്കണം എന്ന് അറിയാൻ വയ്യാതെ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വെറൈറ്റി പൂക്കളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാണാനുള്ള ഭംഗി മാത്രമല്ല ഇതിനൊക്കെ നല്ല വിലയും ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരെണ്ണം ഞാനങ്ങ് എടുത്തു. ദാ ഇത് കണ്ടിട്ട് താമര വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നില്ലേ? ഇതിൽ തന്നെ പല വെറൈറ്റി കളറുകൾ ഉണ്ടായിരുന്നു. പൂക്കളിനിടയിൽ നിന്ന് ഏവക്കുട്ടന്റെ ഫോട്ടോഷൂട്ട്. അതെ, ഏവക്കുട്ടൻ പറഞ്ഞ പോലെ നല്ല സൂപ്പർ പൂക്കള്. ദാ ഈ കാണുന്നതിനെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മാരിഗോൾഡിന്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതിന്റെ പൂവിന്റെ വലിപ്പം കണ്ടോ? പിന്നെ അതേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പൂച്ചവാലൻ ചെടി. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നല്ലൊരു ചെടി കണ്ടാൽ അതിന്റെ കമ്പോ തയ്യോ ഒക്കെ ഓടിച്ചോണ്ട് വരുന്നവർക്ക് ഇത് കാണുമ്പോൾ ശരിക്കും ഒന്ന് വേണമെന്ന് തോന്നും. ഇനിയിപ്പോ ഗാർഡനിങ് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെടിയെങ്കിലും വാങ്ങാതെ പോവില്ല. അങ്ങനെ അതേ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി കൂട്ടി വെച്ചിട്ടുള്ളതാണ് ഈ ചെടികൾ അത്രയും. ഞങ്ങൾ ചെടി നോക്കുമ്പോൾ ഏവക്കുട്ടൻ അന്നയുമായിട്ട് അവിടെ എല്ലാം ഓടി നടക്കുകയാണ്. ആവശ്യത്തിന് ചെടികൾ വാങ്ങിച്ചെങ്കിലും പിന്നെയും ഓരോരുത്തടുത്ത് ചെല്ലുമ്പോൾ പിന്നെയും വെറൈറ്റി കാണുമ്പോൾ നമുക്ക് അതെല്ലാം വേണമെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു തോന്നലിനെ എന്ത് പേരിൽ വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി എന്റെ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലായി. വിനോദ് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. മനസ്സിലാമനസ്സോടെയാണ് പൂക്കളുടെ സെക്ഷനിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. അടുത്ത സെക്ഷനിൽ ഉണ്ടായിരുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നേ. അവിടുന്ന് നമ്മളിതാ വലിയൊരു സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ വെജിറ്റബിൾസും വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഇത്? ടൊമാറ്റോ. അപ്പൊ ഇനി ഇതെല്ലാം കൊണ്ട് നമ്മുടെ വീട്ടിലെ ഗാർഡനിൽ വെക്കാം.